തീർച്ചയായും നമ്മൾ വയനാട് അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം നമ്മുടെ മേപ്പാടി ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായി 400 പരം ജീവനുകൾ നഷ്ടപ്പെടുകയും ഒട്ടനവധി കുടുംബങ്ങൾ അനാഥമാകുന്ന സാഹചര്യവും ഉണ്ടായി. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് തുടക്കം മുതൽ സ്വീകരിച്ചത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഘട്ടത്തിലായാലും ഏറ്റവും ഒടുവിൽ അവർക്ക് ഒരു സ്ഥിര താമസ സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലായാലും വളരെ കൃത്യമായി അവരെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും സന്തോഷം നിറയുന്ന നിമിഷമാണ് 27-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവിടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയാണ്. അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്താണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ഒരു കാലതാമസം നമ്മുടെ മുമ്പിൽ, അത് വലിയ രൂപത്തിൽ എന്ന് പറയുന്നത് ശരിയല്ല, ചെറിയ ഒരു കാലതാമസം നമ്മുടെ മുമ്പിൽ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രയാസം വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തമാണ്. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അവരുടെ സ്വത്ത് ഉൾപ്പെടെ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും ആളുകളെ പുനരധിവസിപ്പിക്കണമെങ്കിൽ അത്രത്തോളം ഭൂമി നമ്മുടെ കയ്യിൽ വേണം. വയനാട് ജില്ലക്കകത്ത് നമുക്കറിയാം എല്ലാം തോട്ടം എസ്റ്റേറ്റ് മേഖലകളാണ്. സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോ അത്തരത്തിൽ 13ഓളം എസ്റ്റേറ്റുകളെ ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്ന് അവസാനം 9 എസ്റ്റേറ്റുകളായി ചുരുക്കി ഏറ്റവും ഒടുവിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 2 ഭൂമി HML-ന്റെയും അതുപോലെ തന്നെ എസ്റ്റേൺ എസ്റ്റേറ്റിന്റെയും ഭൂമി തെരഞ്ഞെടുക്കുന്ന നിലയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായും എല്ലാ സൗകര്യവും ഒരുക്കുക എന്ന ലക്ഷ്യം കൂടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ വയനാടിന്റെ ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിൽ ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ച ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി വീട് ആവശ്യമുള്ള ആളുകൾക്ക് വീട് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം, അതോടൊപ്പം ധനസഹായമാണ്, സാമ്പത്തിക സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായം നേരിട്ട് അവരുടെ കൈകളിലേക്ക് നൽകുന്ന രൂപത്തിലേക്ക്, ഇങ്ങനെ 2 തരത്തിലേക്കാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെയുള്ള മുഴുവൻ ആളുകളും തുടക്കത്തിൽ ആവശ്യപ്പെട്ടത് ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ, സഹോദരങ്ങളെ പോലെ സ്നേഹത്തോടെ കഴിഞ്ഞ പ്രദേശമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ തന്നെ തുടർന്നും ജീവിക്കാനുള്ള സൗകര്യം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഗവൺമെന്റിന് മുമ്പാകെ വന്നത്. ആ സമയത്താണ് ഒരു ടൗൺഷിപ്പ് തന്നെ അവിടെ ഒരുക്കും. കാരണം ഇവിടെ നഷ്ടപ്പെട്ടത് മനുഷ്യജീവനുകൾ മാത്രമല്ല, വീടുകൾ മാത്രമല്ല, അവരുടെ കൃഷിസ്ഥലങ്ങൾ മാത്രമല്ല, അവിടുത്തെ സ്കൂളുകൾ ഉൾപ്പെടെ, അംഗൻവാടികൾ ഉൾപ്പെടെ, പാടികൾ ഉൾപ്പെടെ പൂർണ്ണമായി ആ പ്രദേശത്തെ പാലം ഉൾപ്പെടെ പൂർണ്ണമായി ഒരു പ്രദേശത്ത് എന്തെല്ലാം ഉണ്ടോ അത് പൂർണ്ണമായും ഒരു ചെറിയ ഒരു ഗ്രാമം ഉൾപ്പെടെ പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രദേശത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ആ സമയത്ത് നമ്മൾ ഈ സൂചിപ്പിച്ച ഇത്തിരി വൈകൽ ഉണ്ടായോ എന്ന ചോദ്യത്തിൽ അവിടെ പ്രസക്തിയില്ല. ഏറ്റവും നല്ല രൂപത്തിൽ അവരെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും സന്തോഷത്തോടുകൂടെ ഈ 27-ാം തീയതി മുഖ്യമന്ത്രി വന്ന് വയനാട്ടിൽ വെച്ച് ഈ കർമ്മം നിർവഹിക്കുന്ന സമയത്ത് ഈ കേവലമായ രാഷ്ട്രീയ അർത്ഥത്തിൽ മാത്രമല്ല, നേരത്തെ ഇവിടെ ആങ്കർ ഉൾപ്പെടെ സൂചിപ്പിച്ചു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ, നമ്മുടെ കേരളത്തിന്റെ ഒരു മാതൃകയാണ് കേരളം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുന്ന വേളയിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, ഏറ്റവും നല്ല രൂപത്തിൽ ആളുകളെ ചേർത്ത് പിടിക്കുന്ന മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ ഉണ്ടായത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സർക്കാരിനെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ പൂർണ്ണമായും ഈ കേരളത്തിലെ ജനങ്ങൾ സഹായിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശത്തിനകത്തെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.